ഒരു കൾച്ചറൽ ചേഞ്ച് ആണല്ലോ BJP-യുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നത്. അത് ഗുണം ചെയ്യുമോ? അത് ഞാൻ 25 വരെ 26-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റേ പുതിയ ഗവൺമെൻറ്. അതിൻ്റെ തലേ ദിവസം വരെ ഞങ്ങളവിടെ ചാർജിലുണ്ടാവണം. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതും പറയാൻ സാധിക്കും. പറയാവുന്ന കാര്യങ്ങൾ പറയേണ്ട സാഹചര്യത്തിൽ എൻ്റെ പ്രസ്ഥാനത്തിന് ദോഷകരമല്ല ഇല്ലാത്ത വിധത്തിൽ ഞാൻ പറയും. ചെയ്ത നല്ലൊരു പ്രവൃത്തിയാണ്, ഒരു ഈശ്വരീയമായ കർമ്മമാണ് അദ്ദേഹം ചെയ്തത്. രാഷ്ട്രീയത്തിൽ നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവില്ലെന്നും പറയുന്നില്ല, അത് തെറ്റുമില്ല. പക്ഷേ ഇതെല്ലാം ആക്രമണത്തോടെ കണക്ക് പറഞ്ഞ് പിടിച്ചു വാങ്ങുന്ന ഒരു രീതി ഉള്ള രാജനൈതിക രംഗമായി ഒരു പാർട്ടിയല്ല ഞാൻ പറയുന്നത് മാറുന്നു. ഗവർണർ കസേരയിൽ ആരോപണരഹിതമായ 6 വർഷങ്ങൾ പൂർത്തിയാക്കിയാണ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പടിയിറങ്ങുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരും ഗവർണറുമൊക്കെയായി എപ്പോഴും ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിൽക്കുകയാണ് കേരളത്തിൽ. അങ്ങയെ സംബന്ധിച്ചിടത്തോളം വളരെ സമവായത്തിൻ്റെ പാതയിൽ പോകുന്ന ഒരാളുമായിരുന്നു. ഇത് ഏതാണ് വേണ്ടത്? ഒരു അനുരഞ്ജനം, സമവായമൊക്കെ അല്ലേ വേണ്ടത്? കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തെപ്പറ്റി ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല, പിന്നീട് പറയാം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇപ്പം അയൽ സംസ്ഥാനങ്ങളൊക്കെ എടുത്താലും തമിഴ്നാട്, പശ്ചിമ ബംഗാളൊക്കെ എടുത്താലും ഒക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺഫ്ലിക്റ്റ് പോകുന്നുണ്ടല്ലോ. അപ്പം സമവായമാണോ നല്ലത്, അതോ ഒരു യോജിച്ച് പോകുന്നതാണോ നല്ലത്? എൻ്റെ എപ്പോഴുള്ള അഭിപ്രായം എല്ലാവരും യോജിച്ച് പോകണമെന്നാണ്. സംഘർഷമല്ല, സമന്വയമാണ് വേണ്ടതെന്ന് അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വ്യക്താവാണ് ഞാൻ. 50 കൊല്ലം എൻ്റെ കാഴ്ചപ്പാടാണ്. മിസോറാമിലായാലും ഗോവയിലായാലും ഈ പിന്നിട്ട ഈ 6 വർഷങ്ങളിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ? ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് പടിയിറങ്ങുന്നത്. ഞാൻ മിസോറാമിൽ ചെന്ന് ഇറങ്ങുന്ന ദിവസം അവിടെ ബ്ലാക്ക് ഡേ ആയിരുന്നു. അന്ന് അവരതിന് പറഞ്ഞ കാരണം സിറ്റിസൺഷിപ്പ് സമരം തുടങ്ങിയ ബില്ല് അവതരിപ്പിച്ച കാലമാണ്. അവരതുകൊണ്ട് റിപ്പബ്ലിക് ഡേ എൻഡിയർ ജനങ്ങളും ബോയ്ക്കോട്ട് ചെയ്യിച്ചു. അന്നത്തെ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷം കോൺഗ്രസ് ആയിരുന്നു. മിസോറാമിനെ ഹിന്ദു ഫണ്ടമെൻ്റലിസ്റ്റിൻ്റെ ഡംപിങ് പ്ലേസായി ഞങ്ങൾ മാറ്റില്ല, അനുവദിക്കില്ല. ഞാൻ ചെല്ലുന്ന ദിവസം ഒരു കറുത്ത കരിദിനമായിട്ട് ആചരിച്ചു, ബോയ്ക്കോട്ടുണ്ടായി. പക്ഷേ അന്ന് അതിന് ആഹ്വാനം കൊടുത്ത 5 തവണ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റി അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, ഞങ്ങൾ കണ്ട ഏറ്റവും നല്ല സ്നേഹസമ്പന്നനായ ഏറ്റവും നല്ല ഗവർണർ ഇദ്ദേഹമാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഗവർണറാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് സാധിക്കുന്നു, അസാധ്യം എന്നൊരു വാക്കില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾ അദ്ദേഹമായി പിന്നീട് മാറി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൾച്ചറൽ ചേഞ്ച് ആണല്ലോ BJP-യുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നത്. അത് ഗുണം ചെയ്യുമോ? അത് ഞാൻ 25 വരെ 26-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റേ പുതിയ ഗവർണറുടെ. അതിൻ്റെ തലേ ദിവസം വരെ ഞങ്ങളവിടെ ചാർജിലുണ്ടാവണം. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതും പറയാൻ സാധിക്കുള്ളൂ. അത് പറയാനുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ 50 കൊല്ലത്തെ അനുഭവങ്ങൾ, പാർട്ടി രൂപീകരിച്ച 80 മുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരുപാടുണ്ട്. അതിൽ പറയാവുന്ന കാര്യങ്ങൾ പറയേണ്ട സാഹചര്യത്തിൽ എൻ്റെ പ്രസ്ഥാനത്തിന് ദോഷകരമല്ല ഇല്ലാത്ത വിധത്തിൽ ഞാൻ പറയും. ഇനി കേരളത്തിലേക്ക് സജീവമാകുമെന്ന് കരുതാമോ? കേരള രാഷ്ട്രീയത്തിലേക്ക്? ഞാൻ രാഷ്ട്രീയം മാത്രമല്ലല്ലോ, താങ്കൾക്ക് എത്ര പോലെ തന്നെ പരിചയമുള്ള ജേർണലിസ്റ്റാണ്. ഞാൻ ഒരു അഭിഭാഷക രംഗത്ത് എൻ്റേതായിട്ടുള്ള അക്കാലഘട്ടത്തിലെ പ്രാധാന്യം താങ്കൾക്കറിയാം. എഴുത്തുകാരൻ ഗവർണറാകുന്നതിന് മുമ്പ് 117 പുസ്തകങ്ങൾ ഞാൻ ഇറക്കിയ ആളാണ്. നിമിഷപ്രിയയുടെ കേസ് വന്നപ്പോൾ ഇപ്പോൾ കാന്തപുരത്തെ വലിയ പ്രശംസ നൽകുന്നൊരു അന്തരീക്ഷം വന്നിട്ടുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? കാന്തപുരത്തിൻ്റെ ബന്ധം അദ്ദേഹം എനിക്ക് 50 പുസ്തകമായ അവസരത്തിൽ ഇൻഡോ അറബുകാർ നടത്തിയൊരു ഒരു കോഴിക്കോട്ട് സുപ്രധാനമായ 50 കൊല്ലം എഴുത്തിൻ്റെ. അപ്പോൾ പലരും അദ്ദേഹത്തോട് പോകരുതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഇങ്ങനെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ലേബലിൽ ഒരു പൊളിറ്റിക്കൽ ലേബലും കൂടെ ഉണ്ട്, അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതവിടെ പ്രസ്താവിച്ചില്ല പരസ്യമായിട്ട്. എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കോലാഹലങ്ങളുണ്ടായപ്പം സത്യസന്ധമായി എന്നെ സഹായിച്ച ഒരാളാണ് ശ്രീധരൻപിള്ള എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിന് വരും എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ 40 കൊല്ലം മുമ്പ് അതിൻ്റെ പേരിൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ, സഹകരണത്തിൻ്റെ പേരിൽ ചെളിവാരിയെറിയലിന് വിധേയനായ ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് എൻ്റെ നീതിബോധത്തല്ല ഞാൻ നയിക്കപ്പെടൂ. അദ്ദേഹമായിട്ടുള്ള കാര്യങ്ങളിൽ ഒട്ടേറെ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അത് ഇത് നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എന്നെ വിളിച്ച് പറഞ്ഞു, നല്ല കാര്യം ചെയ്ത നല്ലൊരു പ്രവൃത്തിയാണ്, ഒരു ഈശ്വരീയമായ കർമ്മമാണ് അദ്ദേഹം ചെയ്തത്. അത് തീർച്ചയായിട്ടും ദൈവസങ്കല്പത്തിൽ വ്യത്യസ്തമായ വിശ്വാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഈ ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനെയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും അതിനെ നല്ല നിലയിൽ അതിനെ കൊണ്ടുപോകണം. എനിക്ക് സംതൃപ്തി കിട്ടുന്ന ആളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ അങ്ങേപ്പോലെ ഏറ്റവും മുതിർന്നൊരു നേതാവിൻ്റെ പ്രസക്തി, അതുപോലെ തന്നെ ഇത്രയും ഒരു നയതന്ത്രം കൈവശമുള്ള ഒരാളുടെ പ്രസക്തിയൊക്കെ ഉള്ള സമയമാണല്ലോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ സജീവമായിട്ടെന്ന്? ഞാനത് ഒരിക്കലും എൻ്റെ ഈ BJP രൂപീകരിച്ച 80-ലും ഞാൻ അതിൻ്റെ ചുമതല വഹിക്കേണ്ടി വന്ന ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ എത്ര കൊല്ലമായി?
അപ്പോൾ ഇതിനിടയിൽ ഒരിക്കൽ പോലും ഒരു അധികാരസ്ഥാനം ഞാൻ ചോദിച്ചിട്ടില്ല, പാർട്ടി പോസ്റ്റ് ചോദിച്ചിട്ടില്ല, ഞാൻ സ്ഥാനാർത്ഥിയാകാനും ഞാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷേ എൻ്റെ പ്രസ്ഥാനം എനിക്കെല്ലാം തന്നു. ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഗവർണർ പദവി ഞാൻ ചോദിച്ചിട്ടാണോ എനിക്ക് തന്നത്? അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവില്ലെന്നും പറയുന്നില്ല, അത് തെറ്റുമില്ല. പക്ഷേ ഇതെല്ലാം ആക്രമണത്തോടെ കണക്ക് പറഞ്ഞ് പിടിച്ചു വാങ്ങുന്ന ഒരു രീതി ഉള്ള രാജനൈതിക രംഗമായി ഒരു പാർട്ടിയല്ല ഞാൻ പറയുന്നത് മാറുന്നു. ഇതൊന്നും ശരിയല്ല. കാരണം രാഷ്ട്രീയം അങ്ങോട്ട് കൊടുക്കേണ്ടവരുടേതാണ്, ഇങ്ങോട്ട് കണക്ക് പറഞ്ഞെടുക്കേണ്ടവരല്ല. ഇതാണ് എൻ്റെ അടിസ്ഥാന വിശ്വാസം. ഗോവയിലാവുമ്പോൾ പുസ്തകം എഴുതി കിട്ടിയ റോയൽറ്റി കൊണ്ട് സാമൂഹിക പ്രവർത്തനം നടത്തുന്നു. അത്തരത്തിലൊരു ജനകീയ മുഖം, ആ ജനകീയ മുഖത്തെ പാർട്ടി അങ്ങനെ തന്നെ അംഗീകരിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. പാർട്ടിയുടെ അംഗീകാരം തേടി അന്വേഷിക്കേണ്ട അവസരം എനിക്കുണ്ടായിട്ടില്ല. ഗവർണറാകുമ്പോൾ പാർട്ടിയോട് അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ 270ഓളം പുസ്തകങ്ങൾ എൻ്റേതായിട്ട് പുറത്ത് വന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ അടിയന്തരാവസ്ഥയെ പറ്റിയുള്ള 2 പുസ്തകമാണ്. അതിൻ്റെ 1ാം എഡിഷൻ തന്നെ മുഴുവൻ വിറ്റഴിച്ചു. ഇംഗ്ലീഷ്. എങ്ങനെയാണ് ഇത്ര എഴുതാൻ സമയം കണ്ടെത്തിയത്? സമയം കണ്ടെത്തുന്നത് എൻ്റെ ജീവിതത്തിൽ 50 കൊല്ലവും ഒരു നിശ്ചിത സമയം ഓരോ ദിവസവും രാവിലെ 4 മണി മുതൽ 6 മണി വരെ 7 മണി വരെയാണ് ഞാൻ വായിക്കുകയും എഴുതുകയും ചെയ്യും. ഗവർണറുടെ സമയമോ അല്ലെങ്കിൽ പാർട്ടി പ്രസിഡൻ്റ് സമയമൊന്നും അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞ ഇമ്പോസിബിൾ എന്നുള്ള വാക്ക് ഉപേക്ഷിക്കുക. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അഭിഭാഷക വൃത്തിയും എഴുത്തും രാഷ്ട്രീയ പ്രവർത്തനവും സമന്വയിപ്പിച്ചു കൊണ്ടുപോകും എന്നുള്ള പ്രതികരണമാണ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ജത്തിലിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.